ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് മറ്റൊന്നുമല്ല, നമ്മളൊക്കെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഭയങ്കരമായിട്ട് ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒക്കെ ഉണ്ടായിട്ട് നല്ല രീതിക്ക് പ്രീമച്വർ ഏജിങ് നമ്മുടെ സ്കിന്നിൽ നമ്മൾ ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ വിസിബിൾ, അതായത് നമുക്കുള്ള വയസ്സിനെക്കാളും കൂടുതൽ വയസ്സ് അല്ലെങ്കിൽ പ്രായം തോന്നിക്കുക, അതാണ് പ്രീമച്വർ ഏജിങ്. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് ഒന്ന് യൂത്ത്ഫുൾ ആക്കാനും യങ്ങാക്കാനും ഹെൽത്തി ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് നല്ല രീതിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, അതായത് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് ആണ്, പിന്നെ നന്നായിട്ട് ആ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഷൻ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 72 ഹവേഴ്സ് വരെ, അതായത് 72 ഹവേഴ്സ് വരെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ മറ്റൊന്നുമല്ല, ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു പാക്കേജ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എപ്പോഴും ഈ ഒരു പാക്കേജ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി എത്തുന്നത് ഡോട്ട് ആൻഡ് കീയുടെ പ്രൊഡക്ട്സ് ആണ് അല്ലേ. അപ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ 72 അവേഴ്സ് ലോങ് ആയിട്ട് നമുക്ക് നല്ല രീതിക്ക് ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ജെൽ ടെക്സ്ചർ ആണ്, നല്ലൊരു ഫിനിഷ്, സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആണ്. അതോടൊപ്പം തന്നെ ജെൽ ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും. ഇത് സ്യൂട്ടബിൾ ഫോർ എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കാണ് കോമൺലി അല്ലെങ്കിൽ ജനറലി പറയുമ്പം ജെൽ ബേസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ. ഓൾറെഡി അവരുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഓയിൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്രീമി ടെക്സ്ചർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു മെഴുമെഴുപ്പായിരിക്കും. അപ്പോൾ ജെല്ലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും, അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഫോമുലയാണ്. പിന്നെ ഇതിൽ പ്രീബയോട്ടിക്സ് ഒക്കെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ 15 ml ഓഫ് പ്രൊഡക്റ്റിന് 195 രൂപയാണ്. ഇതിൻ്റെ പ്രൈസ് കൂടുന്നത് ഇതിൻ്റെ ആ ഒരു കണ്ടൻറ്റിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രൈസും കൂടും. അപ്പോൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു നോൺ കോമഡോജനിക് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പം ഇങ്ങനെയാണ്. ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് കേസൊക്കെ ഉണ്ട്, ഒരു കവറിങ് ഒക്കെ ഉണ്ട്. നല്ലൊരു മൈൽഡായിട്ടുള്ള, നമുക്ക് ഏതൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കുകയാണെങ്കിൽ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ ഇല്ലേ, അതായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്മെൽ വൈസ് ഒക്കെ നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആണോ ഇല്ലയോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതേപോലത്തെ ഒരു ഫിനിഷാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറാണ്. ക്വിക്കായിട്ട് തന്നെ എൻ്റെ സ്കിന്നിൽ അബ്സോർവ് ആവുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ്. ശരിക്കും നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പം നല്ലൊരു പ്ലംപ് ആയിട്ടുള്ള ഡ്യൂയി ആയിട്ടുള്ള ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അപ്ലൈ ചെയ്യുമ്പം നല്ല രീതിക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് അനുസരിച്ചിട്ടാണ്. പിന്നെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അതോടൊപ്പം തന്നെ നോൺ കോമഡോജനിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കില്ല കേട്ടോ. നോർമലി പോഴ്സ് ഒക്കെ ക്ലോഗ്ഡ് ആക്കുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസും ആക്നീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് അത് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ മാറ്റിയിട്ട് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ പറഞ്ഞു തരാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് ടോണർ ഓർ സെറം നമ്മൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഈ ടോണറൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ടോണർ നമ്മുടെ സ്കിന്നിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർവ് ആയി ഒന്ന് ഉള്ളിലേക്ക് പോകാനുള്ള ടൈം കൊടുക്കണം കേട്ടോ. അതിനുശേഷം വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ബോത്ത് മെൻ ആൻഡ് വ്യൂമന് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്. പിന്നെ ഇവർ പറയുന്നുണ്ട് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് അത്രത്തോളം എഫക്റ്റീവ് അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഓയിലി സ്കിന്നാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഉമ്മച്ചിയുടെ സ്കിൻ എന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നാണ്, പക്ഷേ ഉമ്മച്ചിക്കും സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. നല്ല റിസൾട്ട് നൽകുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യുമ്പം, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് പോലും ഒരു തരത്തിലുള്ള ബേണിംഗ് സെൻസേഷനോ അല്ലെങ്കിൽ ഇറിറ്റേഷൻസോ ഇച്ചിങ്ങോ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊന്നും നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
ഹോണസ്റ്റ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഹോണസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ മൈക്രോബയോമിനെ നല്ല രീതിക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജ് നമുക്ക് ഉണ്ടാക്കുന്നില്ല. ശരിക്കും നമ്മുടെ സ്കിന്ന് പ്ലംപി, ഡൂയി ആൻഡ് ഹെൽത്തി ആക്കും. വിത്ത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നോൺ ഗ്രീസി, നോൺ ഓയിലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, നോൺ കോമഡോജനിക് ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആയിട്ട് നമുക്ക് ആ ഒരു ഹൈഡ്രേഷനൊക്കെ നല്ലതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ സ്കിൻ ബാരിയറൊക്കെ ഡാമേജ്ഡ് ആണെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയേണ്ടത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊന്ന് കാമാക്കുന്നുണ്ട്, നല്ലൊരു സൂത്തിങ് എഫക്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസാണ്. ഇതിൻ്റെ കണ്ടൻറ് വൈസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് പ്രൈസിൽ വേരിയേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മോയ്സ്ചറൈസർ നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ അത് കാരണം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങൾക്ക് നമുക്കൊരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇലാസ്റ്റിസിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ടൊക്കെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് യൂത്ത്ഫുൾ ആക്കി അല്ലെങ്കിൽ ഒന്ന് യങ് ആക്കി ഹെൽത്തി ആക്കി നിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ഓൾറെഡി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്താൽ അതായത് നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ചെറിയ പാക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ, വലിയ പാക്കൊന്നും വാങ്ങണ്ട. ഇതേപോലത്തെ ഒരു 15 ml പാക്ക് വാങ്ങിച്ചാലും മതി. ഒരുപാട് റേറ്റ് ഒന്നും ആവുന്നില്ല. ഇതിന് ആക്ച്വലി വരുന്നത് 195 പക്ഷേ അത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരില്ല കേട്ടോ. ഇപ്പോൾ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എത്ര നാളാണ് ഷെൽഫ് ലൈഫ് എന്ന് നോക്കുകയാണെങ്കിൽ അപ്രോക്സ് ഒരു 3 year ഓഫ് ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഡോട്ട് ആൻഡ് കീയുടെ എല്ലാ പ്രൊഡക്ട്സും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. ഇവരുടെ ഈ ഒരു നൈറ്റ് ക്രീമൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു ക്യൂട്ട് പാക്കേജിംഗ് ആണ് കേട്ടോ. അപ്പോൾ കണ്ടൻറ്റ് കുറച്ച് കൂടുമ്പം ഇതിൻ്റെ ഔട്ടർ പാക്കേജിൽ സെയിം തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ബേസ് പോലത്തെ ഡപ്പയാണ് വന്നിട്ടുള്ളത്. പക്ഷേ കുറച്ചുകൂടെ എമൗണ്ടും അതോടൊപ്പം തന്നെ കണ്ടൻറ്റൊക്കെ കൂടുമ്പം നമുക്ക് ഗ്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ഔട്ടർ പാക്കേജിങ് ആയിരിക്കും വരുന്നത്. സെയിം ഇതേപോലത്തെ തന്നെ പാക്കേജിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു 72 hours ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ എന്തൊക്കെയാണ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.